വിലയിരുത്തൽ ബംഗളൂരുവിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ. വിജയദശമിക്ക് മുൻപ് പാക് ചൈന അതിർത്തി മേഖലകളിൽ സംഘപ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ പദ്ധതി. ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാരഥോത്സവത്തിന് തുടക്കം. രഥപ്രയാണം വൈകിട്ട് 5-ന്. ക്ഷേത്ര ദർശനത്തിനായി 10,000-ങ്ങൾ. തത്സമയ വിശേഷങ്ങളുമായി ടീം ജനം. വരില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. ബദൽ പദ്ധതിക്കായി കേന്ദ്രവുമായി സംസാരിക്കാൻ തയ്യാർ. താൻ സമർപ്പിച്ച പുതിയ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും വെല്ലുവിളിയാകില്ലെന്നും ശ്രീധരൻ. സമരം കടുപ്പിക്കാൻ ആശാവർക്കർമാർ. 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം. 3-ാം നാളിലെ നിരാഹാര സമരം തുടരുന്നു. സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്ന് AK ബാലൻ. കേന്ദ്ര ധനമന്ത്രിക്കും അധിക്ഷേപം. പോലീസിന് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിച്ച സർക്കാർ. അനുവദിച്ചത് 34 കോടിയോളം രൂപ. നീക്കം കേന്ദ്ര ഫണ്ട് വിനിയോഗം പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എത്താനിരിക്കെ. മലപ്പുറം ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ ശിക്ഷാവിധി. 1-ാം പ്രതി ഷൈബിന് 13 വർഷം തടവ്. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയത് ഒറ്റമൂലി കൈക്കലാക്കാൻ. മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാവാത്ത കേസിൽ സംസ്ഥാനത്തെ ആദ്യ ശിക്ഷ. കുറുപ്പംപടി പീഡനക്കേസിൽ അമ്മയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം മറച്ചുവെച്ചു. അമ്മയുടെ ആൺസുഹൃത്ത് കുട്ടികളെ പീഡിപ്പിച്ചത് മദ്യം നൽകിയ ശേഷം. നിർണായകമായത് കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും മൊഴി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കനത്ത കാറ്റും ഇടിമിന്നലും. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ്. ഭക്തിയുടെ പാരമ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ ആരംഭിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് രഥപ്രയാണം നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഭക്തിസാന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാരഥപ്രയാണം എപ്പോഴാണ് ആരംഭിക്കുക? എങ്ങനെയാണ് ഇപ്പോഴുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ദിലിമ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിലേക്ക്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പോവുകയാണ്. ഏറ്റവും ഭവ്യമായ ഒരു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലേക്കാണ് അമ്മ ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് വലം വെച്ച അമ്മ നേരെ രഥത്തിലേക്ക് ഏറുന്ന ആ മനോഹരമായ ആ ഒരു ചടങ്ങിന് സാക്ഷിയാകാനാണ് ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ ഇവിടെ പ്രാർത്ഥനാ മന്ത്രധ്വനികൾ ഇവിടെ കാത്തിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ചടങ്ങുകൾ ഇവിടെ നടക്കും. രഥ ആരോഹണത്തിലേക്കാണ് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രഥപ്രയാണ ചടങ്ങുകൾ, രഥാരോഹണ ചടങ്ങുകളൊക്കെ തന്നെ നടക്കും. 11-15 കൂടിയാണ് ചടങ്ങുകൾ നടക്കുക എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇതായിരുന്നു രഥാരോഹണത്തിനുള്ള മുഹൂർത്തം
വ്യത്യസ്തമായി കാണുകയും ചെയ്തത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയൊക്കെ ഒരു ചടങ്ങുകൾക്ക് അല്പം ഒരു താമസം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചടങ്ങുകൾ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രാർത്ഥനയാണ് ഭക്തർക്ക് ഉള്ളത്. ഭക്തരുടെ പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു ഈ മുഹൂർത്തത്തിന് വേണ്ടി. ആ അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന വർഷത്തിൽ ഒരു തവണ മാത്രമാണ് അമ്മ ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളുക. ആ ഒരു എഴുന്നള്ളിപ്പ് കാണുക, രഥത്തിലേറി മഹാരഥോത്സവം, അമ്മയുടെ മൂകാംബിക ദേവിയുടെ ആ മഹാരഥോത്സവം കാണുവാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ രഥോത്സവം മഹാരഥോത്സവം കാണാനുള്ള എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രഥം വലിക്കാനുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്കാണ്. അമ്മയുടെ ആ രഥം വലിക്കാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവരൊക്കെയും. ആ രഥം വലിക്കുന്ന ആ ഒരു ഭക്തരുടെ ഒരു വലിയ രാവിലെ മുതൽ തന്നെ അവർ എത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ കടക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഭക്തരെ എല്ലാം തന്നെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കുകയാണ്. ഇനി ഏതായാലും നിമിഷത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ നടക്കും. 11:15 ഇതിനുള്ള മുഹൂർത്തമായി പറഞ്ഞിരുന്നത്, രഥോത്സവത്തിനുള്ള മുഹൂർത്തമായി പറഞ്ഞിരുന്നത്. അത് അല്പം ഒന്ന് വൈകിയിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥനയോടെ തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും രഥത്തിലേറി അമ്മ ഇവിടെ പുറത്തേക്ക്, ക്ഷേത്ര മതിൽക്കകത്തിന് പുറത്തേക്ക് എത്തുന്ന ഓലകം മണ്ഡലകം വരെ പോകുന്ന ആ ഒരു കാത്തിരിപ്പിലേക്കാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഭക്തരെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം വൈകിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഥം വലി നടക്കുക. ഓലകം മണ്ഡപം വരെയാണ് അമ്മ പോകുക. എന്തായാലും ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങുകൾ എന്നതിനപ്പുറത്തേക്ക് പൂർവജന്മ സുഹൃതം മാത്രമാണ് ഈ ഒരു നിമിഷത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. ദൂരദേശങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തരാണ് ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് ഭക്തർ ഇങ്ങനെ ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്നു. വളരെ വലിയ ബുദ്ധിമുട്ട്, തിരക്ക് നിയന്ത്രിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇവിടേക്ക് അനുഭവപ്പെടുന്നു. രഥം അങ്ങനെ വർണ്ണാഭമായ രീതിയിലേക്ക്, ഏറ്റവും ആകർഷകമായ രീതിയിലേക്ക്, ഏറ്റവും നയനാനന്ദകരമായ രീതിയിലേക്ക് ഇങ്ങനെ പൂവുകൾ കൊണ്ട്, വർണ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ രഥോത്സവത്തിനായി, അമ്മയുടെ മഹാരഥോത്സവത്തിനായുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിച്ച് രാവിലെ 10 മണിയോടെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു വശത്ത് വലിയ ചൂടാണ്, കത്തുന്ന വെയിലാണ്. പക്ഷേ ആ ചൂടിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭക്ത നിബിഡമായി, ജനനിബിഡമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഒന്നാകെ മാറിയിരിക്കുകയാണ്. ഈ രഥോത്സവം കാണാൻ പറ്റുന്ന എല്ലാ വഴികളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടങ്ങളും ദേവീ മന്ത്രസ്തുതികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമാണ് ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം, ഈ ഒരു സ്ഥലത്ത് അമ്മയുടെ തിരുസന്നിധിയിൽ, അമ്മയുടെ തിരുമുന്നിൽ നിൽക്കാൻ കഴിയുക എന്നത്. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നടക്കം ഭക്തരുടെ ഒരു വലിയ സഞ്ചയം ഇവിടെയുണ്ട്. ആ ഒരു ഭക്തരുടെ വലിയ തിരക്ക്, വലിയ ഒരു തീർത്ഥാടന പ്രവാഹം ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം, മലയാളികളായ തീർത്ഥാടകരുടെ ഒരു എണ്ണത്തിലും വലിയ ഒരു വർധനയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജനനിബിഡമായി പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന, അമ്മയുടെ സ്തുതികളാൽ മന്ത്രം മുഖരിതമാകുന്ന ആ ഒരു അന്തരീക്ഷം, എല്ലായിടങ്ങളിലും ഭക്തി നിറയ്ക്കുന്ന കാഴ്ചകൾ, എല്ലായിടങ്ങളിലും ആഘോഷങ്ങൾ. അങ്ങനെ അമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും കാത്തിരിപ്പുകൾക്കൊക്കെ തന്നെ വിരാമമിട്ടുകൊണ്ട് അമ്മ പുറത്തേക്ക് എഴുന്നള്ളി രഥത്തിലേക്ക് ഏറി രഥചലനം അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കുമെന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ രഥത്തിന് സമീപം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് ഉണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്ന എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി പരമാവധി ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രഥചലനം നടക്കും. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെയുള്ള ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. നീലിമ പോലും അവഗണിച്ചുകൊണ്ടാണ് അവിടെ ഭക്തർ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. വർഷത്തിലൊരിക്കൽ പുറത്തേക്ക് എഴുന്നള്ളുന്ന അമ്മയെ, ആ അമ്മയുടെ ദേവീ ചൈതന്യം ആവോളം നുകരാനായി, ആ ചൈതന്യം അനുഭവിച്ചറിയാൻ വേണ്ടി ഭക്തസഹസ്രങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കിട്ടുന്ന തണലിലൊക്കെ ഭക്തർ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും നിൽക്കാൻ പറ്റാത്തവർ വളരെ ആ കൊടും വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എത്രയോ ഭക്തി നിർഭരമാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? അമ്മ പുറത്തെഴുന്നള്ളാൻ സമയമായോ? അതിനുശേഷം എന്തെല്ലാം ചടങ്ങുകളാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്? നീലിമ, അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ മുഹൂർത്ത സമയത്ത്, രഥം വലിയുടെ മുഹൂർത്ത സമയം എന്നാണ് പറയുക. ഈ മുഹൂർത്ത സമയത്ത് നടക്കുന്ന രഥപ്രയാണം, രഥചലനം എന്നൊക്കെ നമുക്ക് ഈ ഒരു ചടങ്ങിനെ വിശേഷിപ്പിക്കാം. അമ്മയുടെ ആ ഒരു ചടങ്ങിനായാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും കനത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ടും അമ്മയോടുള്ള നിർമ്മലമായ ഭക്തിയിൽ എല്ലായിടങ്ങളിലും ദേവീ മന്ത്രധ്വനികളാൽ നിറയുന്ന ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി അമ്മയുടെ തിരുമുന്നിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെയും ഈ രഥോത്സവം കാണുവാൻ വേണ്ടി ഈ ഭക്തരെല്ലാം തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും 11-15 ഈ രഥോത്സവത്തിൻ്റെ ഈ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ അല്പമൊന്ന് വൈകിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ പുറത്തേക്ക് എഴുന്നള്ളിക്കൊണ്ട് ഈ രഥത്തിലേക്ക് രഥപ്രയാണം ആ കാഴ്ചകളിലേക്കും ഒക്കെ നമുക്ക് മടങ്ങി വരാം. ഭക്തിയുടെ പാരമ്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. അരുൺ കൊടുങ്ങൂരാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. അക്ഷരനഗരിയെ ആവേശത്തിലാക്കി പ്രസിദ്ധമായ തിരുനക്കര പൂരം. 22 ഗജവീരന്മാരും പഞ്ചാരിമേളവും പകൽപൂരത്തിൽ വിസ്മയം തീർത്തു. ഇന്ന് വലിയ വിളക്കും ഞായറാഴ്ച ആറാട്ടും നടക്കും. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ 7ാം ഉത്സവനാൾ ആവേശത്തിൻ്റെതാണ് പ്രസിദ്ധമായ തിരുനക്കര പൂരം. വൈകിട്ട് കിഴക്കേ ഗോപുരവാതിൽ കടന്ന് ഗജവീരന്മാർ പ്രൗഢിയോടെ ഒന്നൊന്നായി പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. മീനച്ചൂടിന് വകവയ്ക്കാതെ കാത്തുനിന്ന ആനപ്രേമികൾ ആർപ്പുവിളികൾ കൊണ്ട് ഗജവീരന്മാരെ എതിരേറ്റു. തുമ്പിക്കൈ ഉയർത്തി കൊമ്പന്മാരുടെ വന്ദനം. തന്ത്രി താഴ്മൻ മഠം കണ്ഠരര് മോഹനര് ഭദ്രദീപം തെളിയിച്ചതോടെ പൂരസമാരംഭമായി. ഗണപതി കോവിലിന് സമീപം കിഴക്കൻ ചേരുവാരത്തിൽ പാമ്പാടി രാജൻ ദേവിയുടെ തിടമ്പേറ്റി നിന്നു. ശിവശക്തി ഓഡിറ്റോറിയത്തിന് സമീപം പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തൃക്കടവൂർ ശിവരാജു തിരുനക്കരയപ്പന്റെ സ്വർണ്ണത്തിടമ്പേറ്റി. ഗജനിരയിൽ എണ്ണം പറഞ്ഞ 22 കൊമ്പന്മാർ. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ 111 കലാകാരന്മാർ പങ്കെടുത്ത പാഞ്ചാരിമേളം സിരകളിൽ താളലഹരി പകർന്നു. പൂരത്തിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തിരുനക്കര ദേശനാഥന്റെ ഈ വർഷത്തെ പൂരത്തിന് 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. ജനം, കോട്ടയം. ഭക്തിയുടെ പാരമ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് രഥപ്രയാണം നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ അമ്മയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. വർഷത്തിലൊരിക്കലാണ് മൂകാംബിക ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. അങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവി ചൈതന്യം ആവോളം ലഭിക്കാൻ ഭക്തസഹസ്രങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
രഥപ്രയാണത്തിൻ്റെ തുടക്കമാണ് നടക്കാൻ പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഭക്തിസാന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അല്പസമയത്തിനകം ദേവി പുറത്തിറങ്ങും. അരുൺ കൊടുകൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ആ പുണ്യമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തർ. വലിയ തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും എല്ലായിടങ്ങളും ദേവീ മന്ത്രധ്വനികളായി അമ്മേ നാരായണ എന്നുള്ള ആ വിളികളുമായി സരസ്വതി ദേവിയുടെ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഈ കൊല്ലൂരിൻ്റെ മണ്ണിൽ, പുണ്യമായ ഈ മണ്ണിൽ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ മൂകാംബിക ദേവിയുടെ ഈ തിരുമുറ്റത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 11-15 കൂടിയായിരുന്നു ഈ മുഹൂർത്തം ഉണ്ടായിരുന്നത്. രഥം വലിയുടെ മുഹൂർത്തമായി കണക്കാക്കിയിരിക്കുന്ന അല്പമൊന്ന് വൈകിട്ടുണ്ട്. എന്തായാലും ഭക്തർ എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഈ ഒരു സമയത്തിനായി, ഈ ഒരു ദേവിയുടെ ഈ എഴുന്നള്ളിപ്പ് കാണുവാനായി, രഥോത്സവം കാണുവാനായി കാത്തിരിക്കുകയാണ്. വലിയ വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ തീർക്കാതെ എല്ലാവരും ഒരേ ഒരു പ്രാർത്ഥനയോടെ, ഒരേ മനസ്സോടുകൂടി അമ്മയുടെ തിരുമുറ്റത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രഥം ഇങ്ങനെ തയ്യാറായിരിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ഏറ്റവും വർണ്ണാഭമായി കണ്ണിന് ഇമ്പമാർന്ന രീതിയിൽ ഏറ്റവും പ്രൗഢിയോടെ തന്നെ രഥങ്ങളൊക്കെ തന്നെയും രഥം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അമ്മയുടെ രഥാരോഹണത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തരൊക്കെ തന്നെയും ഉള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ രഥത്തിലേറി രഥപ്രയാണം നടക്കും. ആ ഒരു കാത്തിരിപ്പാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 1:30 ഈ ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ
ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ്. എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ദേവീ മന്ത്രധ്വനികൾ മാത്രം അങ്ങനെ കാത്തിരിക്കുകയാണ്. അമ്മയുടെ ആ രഥോത്സവം, മഹാരഥോത്സവം, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ മഹാരഥോത്സവത്തിന് കാണുവാനും അതിൽ പങ്കെടുക്കുവാനുമായി കാത്തിരിക്കുകയാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെയും ഈ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നവരാത്രി ദിവസം വിജയദശമി ദിവസമാണ് ക്ഷേത്രത്തിന് അകത്ത് ഒരു രഥോത്സവം നടക്കുക. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അമ്മ പുറത്തേക്ക് എഴുന്നള്ളി ഓലക മണ്ഡപം വരെ പോകുന്ന ആ മഹാരഥോത്സവം നടക്കുക. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത്. ആ ഒരു ദിവസം ഇവിടേക്ക് എത്തുക എന്നാൽ ഏറ്റവും പവിത്രമാണ്, ഏറ്റവും പുണ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. അമ്മ അനുവദിച്ചാൽ മാത്രമേ ഈ ഒരു ദിവസം ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് ഭക്തരൊക്കെ തന്നെയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം ഒരുപാട് ദൂരെ നിന്നും ഒരുപാട് അകലിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഒരുപാട് ആളുകൾ കൊല്ലൂർ മൂകാംബികയുടെ സന്നിധിയിലേക്ക്, ഈ ഒരു തിരുസന്നിധിയിലേക്ക് എത്തുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതലായി ഇന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇത് തന്നെയായിരുന്നു. കേരളത്തിന് പുറത്ത് മലയാളികൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ രഥ ആരോഹണ ചടങ്ങുകൾ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി, എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ക്ഷേത്ര അധികൃതരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അമ്മയുടെ ഏറ്റവും പ്രൗഢമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യമായ, ഏറ്റവും പവിത്രമായ ആ എഴുന്നള്ളിപ്പ് വന്ന രഥത്തിലേറെ രഥ ചലനം നടക്കുന്ന ആ ഒരു സമയത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. ചൂടൊക്കെ തന്നെ വലിയൊരു പ്രശ്നമാകുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അമ്മയെന്നുള്ള ഒറ്റ മനസ്സോടുകൂടി, അമ്മയെന്നുള്ള ഒറ്റ വികാരത്തോടുകൂടി ഭക്തരൊക്കെ തന്നെയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭക്തരൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങനെ അമ്മയുടെ ഈ രഥം വലിക്കുവാൻ വേണ്ടി, രഥത്തിൽ ബന്ധിച്ചിരിക്കുന്ന ഈ വടത്തിലൊന്ന് വലിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തരുള്ളത്. ഈ ഒരു രഥം വലിക്കുന്ന അമ്മയുടെ ഈ രഥം വലിക്കുക എന്നത് ജന്മത്തിൽ ലഭിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഏറ്റവും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാകുമെന്ന് ഭക്തരൊക്കെ തന്നെയും വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ രഥചലനത്തിന് ശേഷം ഈ രഥത്തിൽ നിന്നും പുറത്തേക്ക് വർഷിക്കുന്ന ആ നാണയത്തൊട്ടുകൾ, അമ്മയ്ക്ക് അഭിഷേകം ചെയ്ത ആ നാണയത്തൊട്ടുകൾ ലഭിക്കാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് രഥപ്രയാണം നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. മലയാളികളടക്കം നിരവധി ഭക്തർ അവിടെ കാത്തു നിൽക്കുകയാണ്. അമ്മ അല്പസമയത്തിനകം പുറത്തേക്ക് എഴുന്നള്ളും. ആ കാഴ്ച കാണാൻ ഒട്ടേറെ ഭക്തരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അരുൺ കൊടുക്കൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി RSS പ്രതിനിധി സഭ. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നുവെന്ന് സഹസർകാര്യവാഹ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദു വിരുദ്ധത മാത്രമല്ല, ഭാരത വിരുദ്ധതയുമായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സാമാജിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും RSSന് സാധിച്ചുവെന്ന് സഹസർകാര്യവാഹ് കൂട്ടിച്ചേർത്തു. RSS പ്രതിനിധി സഭയുടെ 2ാം ദിനത്തിലെ ചർച്ചകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് പ്രതിനിധി സഭയിലെ 2ാമത്തെ ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഇന്ന് സഭ പാസാക്കിയിരിക്കുന്നത്. അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചുള്ളതാണ്. ഹൈന്ദവ സമൂഹത്തെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് RSS ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രമേയം വ്യക്തമാക്കുന്നത്? നീലിമ, ബംഗളൂരുവിൽ ചേരുന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ 2ാം ദിവസത്തിലാണ് ഈ ബംഗ്ലാദേശിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമേയത്തെ പറ്റിയാണ് അല്പസമയം മുൻപ് RSSന്റെ സഹസർകാര്യവാഹ് അരുൺകുമാർ വിശദീകരിച്ചത്.
ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനും ഒപ്പം മറ്റു ന്യൂനപക്ഷ സമൂഹത്തിനും ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം നിലകൊള്ളുന്നു എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല ഇത് ഒരു ലക്ഷണമൊത്ത ഭരണകൂട ഭീകരതയാണ് എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അവിടുത്തെ ഇടക്കാല സർക്കാരാണെങ്കിലും മറ്റ് ഭരണ സംവിധാനമാണെങ്കിലും ഈ ആക്രമണത്തിന് കുടപിടിക്കുകയാണ്, അല്ലെങ്കിൽ അക്രമകാരികളെ സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്നു. അതിനാൽ ഭരണകൂടത്തിന്റെ അറിവോടെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ ക്രൈസ്തവരടങ്ങുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അക്രമം നടന്നത് എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം സംഘമുണ്ടാകും എന്ന് വിശദീകരിക്കുന്ന പ്രമേയമാണ് ഇന്നിപ്പോൾ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ രണ്ടാമത്തെ ദിവസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം സംഘപ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണമായി അരുണാചൽ പ്രദേശ് പോലെയൊക്കെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുൻപ് സംഘത്തിന് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇത്തരം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും സംഘത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ അടയാളപ്പെടുത്താൻ സാധിക്കുന്നു. ശാഖകളുടെ എണ്ണം ഈ സ്ഥലങ്ങളിലൊക്കെ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ സുശക്തമാകുന്നു എന്നാണ് സഹസർക്കാരിവാഹ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നീലിമ. ശരി ഗൗതം, ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി RSS പ്രതിനിധി സഭ. വിവരങ്ങളാണ് ഗൗതം അനന്തനാരായണൻ പങ്കുവച്ചത്. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം. മമതാ ബാനർജിയും സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വിട്ടുനിന്നതും സ്റ്റാലിന് തിരിച്ചടിയായി. അതിർത്തി പുനർനിർണയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം കാര്യമായി ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പല മുഖ്യമന്ത്രിമാരും ഈ ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരൊക്കെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്? നീലിമ, 7 മുഖ്യമന്ത്രിമാരെയാണ് സ്റ്റാലിൻ ഈ യോഗത്തിലേക്ക് വിളിച്ചിരുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ കത്തെഴുതിയിരുന്നു. പക്ഷേ ഇതിൽ പല മുഖ്യമന്ത്രിമാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഫേസുകൾ തന്നെ ഈ ഒരു സ്റ്റാലിൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. സ്റ്റാലിനോട് കൂട്ടുകയാണെങ്കിൽ 4 മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ വരാത്ത മുഖ്യമന്ത്രിമാർ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് മമത. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. BJPക്കെതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷേ മമതാ ബാനർജി സ്റ്റാലിൻ വിളിച്ച ഇന്നത്തെ യോഗത്തിന് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വന്നിട്ടില്ല. പകരം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയാണ് അയച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റാലിൻ ഈ മുഖ്യമന്ത്രിമാരുടേതായാണ് ഈ യോഗം പൊതുവെ വിലയിരുത്തിയത്. പക്ഷേ ആ യോഗത്തിൽ അയൽ സംസ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ പോലും ആ യോഗത്തിന് എത്തിയിട്ടില്ല. മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശ്, അതും ഈ ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം NDAയുടെ ഭാഗമാണെങ്കിലും BJP അല്ല, മറിച്ച് ചന്ദ്രബാബു നായിഡു TDPയുടെ നേതാവാണ്. അദ്ദേഹവും ഈ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഒപ്പം ഒഡീഷയുടെ മുഖ്യമന്ത്രി BJPയുടെ മോഹൻ മാഞ്ചിക്ക് ക്ഷണമുണ്ടായിരുന്നു. അത് BJPയുടെ മുഖ്യമന്ത്രി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം BJPക്കെതിരെയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനാൽ അതിൽ വലിയൊരു പ്രസക്തിയില്ല മോഹൻ മാഞ്ചി എത്തിയില്ല എന്നുള്ളത്. പക്ഷേ മമതാ ബാനർജിയും സിദ്ധരാമയ്യയും പോലും ഈ യോഗത്തിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്റ്റാലിൻ്റെ ഒരു മേധാവിത്വത്തെ അംഗീകരിക്കുവാൻ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ സ്റ്റാലിൻ ഒറ്റയ്ക്ക് ഒരു വലിയ നേതാവാകണ്ട എന്ന വികാരം മറ്റുള്ളവർ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ 7 മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ട് കേരളത്തിൻ്റെയും പഞ്ചാബിൻ്റെയും തെലങ്കാനയുടെയും മുഖ്യമന്ത്രിമാർ മാത്രമാണ് ഈ യോഗത്തിനെത്തിയത്. ബാക്കി മമതാ ബാനർജി ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും മോഹൻ മാഞ്ചി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാലിൻ ക്ഷണിച്ച കോൺഗ്രസിൻ്റെ നേതാവും കർണാടകയുടെ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ പോലും ഈ ഒരു യോഗത്തിന് എത്തിയില്ല എന്നതാണ് ഈ യോഗം പരാജയമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നത്. നീലിമ. ഓക്കെ, വിഘടനവാദ ലക്ഷ്യത്തോടെ MK സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം വലിയ പരാജയമായി തീർന്നിരിക്കുകയാണ്. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്റ്റാലിൻ വിളിച്ച യോഗം നാടകമെന്ന വിമർശനവുമായി BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ. മെട്രോ ലൈനുമായി ബന്ധപ്പെട്ട് കർണാടകവുമായും
കേരളവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിലും ഉൾപ്പെടെ തർക്കം നിലനിൽക്കുമ്പോഴാണ് അതിർത്തി പുനർനിർണയത്തിന്റെ പേരിൽ സ്റ്റാലിൻ നാടകം നടത്തുന്നതെന്ന് അണ്ണാമലൈ വിമർശിച്ചു. അയൽ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ സ്റ്റാലിൻ ഒരിക്കലും ഇത്തരം വിഷയം ഉന്നയിച്ചിട്ടില്ലെന്നും അണ്ണാമലൈ പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് BJP രംഗത്തെത്തിയത്. Madam, the objective is very clear. In the last 4 years after DMK has come to power, our state's interest is continually getting sacrificed, especially to Kerala and Karnataka. After the communist government in Kerala has come, after the Congress government in Karnataka has come, the Chief Minister of Tamil Nadu through MK Stalin ji has decided to sacrifice our interest for political gain. I will tell you with respect to Kerala alone. Mullai Periyar issue continues to be an ongoing issue. The current communist government doesn't even allow Tamil Nadu engineers to visit and repair Baby Dam. That is one. Shenbagavalli Dam, which is an ongoing problem, rectifying which we will get irrigation for lakhs of agriculture land in Tenkasi. DMK's manifesto number 84 to solve Shenbagavalli problem. Even Tamil Nadu Chief Minister, after 4 visits to Kerala, hasn't done it. Now from Thiruvananthapuram Medical College to many places from Kerala, lot of medical waste gets dumped into Tenkasi and Coimbatore, which is an ongoing problem. So when two states are neighbors, it is natural we get problems. Tamil Nadu Chief Minister has never made an effort to go there, talk with them, sit with them, solve an issue. വെൽഫെയർ പാർട്ടി നേതാവ് ഫൗസിയ ആരിഫ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗമായ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഫൗസിയ ആരിഫ് പറയുന്നത്. കള്ളപ്പണക്കേസിൽ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SDPI കോഴിക്കോട് വടകരയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു ഈ പ്രസംഗം. 2001 ഡിസംബർ 13 ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഭാരതത്തിന്റെ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തിയത്. ഡൽഹി പോലീസിലെ 6 പോലീസുകാരെ അന്ന് തീവ്രവാദികൾ വധിച്ചു. 2 പാർലമെന്റ് സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും ഒരു തോട്ടക്കാരനും അക്രമത്തിൽ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ അക്രമം നടത്തിയ 5 തീവ്രവാദികളെയും കൊന്നെങ്കിലും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അതൊരു കളങ്കമായി മാറി. അക്രമം നടക്കുമ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി അടക്കമുള്ള മന്ത്രിമാരും പാർലമെന്റിലുണ്ടായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ അഫ്സൽ ഗുരുവിനെ ഡൽഹി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് ശരിവെക്കുകയും ചെയ്തു. അന്ന് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ മുൻപാകെ വന്ന ദയാഹർജി അദ്ദേഹം തള്ളുക കൂടി ചെയ്തതോടെ 2013 ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തിഹാർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. ഇങ്ങനെ നിയമത്തിന്റെ എല്ലാ വഴികളിൽ കൂടിയും കടന്ന് പാർലമെന്റ് അക്രമത്തിന് 12 വർഷങ്ങൾക്ക് ശേഷമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്. എന്നാൽ ഭാരതത്തിന്റെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതാണ് വെൽഫെയർ പാർട്ടി നേതാവിന്റെ പ്രസംഗം. അഫ്സൽ ഗുരുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുറ്റം തെളിയിക്കാൻ തയ്യാറായപ്പോൾ പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെട്ട മനുഷ്യനാണ്. പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെടുക. ആരും ഞെട്ടുന്നില്ല, ആർക്കും പ്രതികരണങ്ങളില്ല. ഇങ്ങനെ പ്രതികരണങ്ങളില്ലാതെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുസ്മൃതിയിൽ പറയുന്ന ചാതുർവർണ്ണത്തിലല്ലാത്ത സവർണ്ണരല്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഓരോന്നായിട്ട് നശിപ്പിച്ചു കളയുക എന്നതിന്റെ ഭാഗമായി കൊണ്ടവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കള്ളപ്പണക്കേസിൽ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് SDPI നടത്തിയ പരിപാടിയിലായിരുന്നു പ്രസംഗം. MK ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്ന് EDയുടെ നേതൃത്വത്തിൽ SDPI നേതാക്കന്മാരുടെ വീടുകളിലും ഓഫീസുകളിലും വ്യാപകമായ റെയ്ഡും നടക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്. പാരമ്പര്യ വൈദ്യൻ ഷാബാർ ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ്. 2ാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും 3ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ പിഴത്തുക ഇവരുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം. ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 120B പ്രകാരം 2 വർഷം, 365-ന് 3 വർഷം, 347 2 വർഷം, 201 പ്രകാരം 9 മാസം, അങ്ങനെ മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും
അതായത് ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ശിക്ഷ 8 കൊല്ലവും 9 മാസവുമാണ്. പിന്നെ 6ാം പ്രതി നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം, അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഒട്ടേറെ സങ്കീർണതകൾ നിലനിന്നിരുന്ന ഒരു കേസ്, ഈ പാരമ്പര്യ വൈദ്യന്റെ മൃതദേഹ അവശിഷ്ടമോ ഇതുവരെ കണ്ടെത്താനായില്ല. അങ്ങനെ ഒരു കേസിൽ ശിക്ഷ വിധിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം. എന്താണ് കോടതിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ? എന്നതാണ് മൈസൂരിലെ പാലത്തല ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ പ്രത്യേകത. പോലീസ് ഏറെ കാലം ആണ് ഈ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അല്പസമയം മുമ്പാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എം ശിവദാസ്, തിരികെ എത്താം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. 2ാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും 3ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ വിധിച്ചു. ഒട്ടേറെ സങ്കീർണതകളും പ്രത്യേകതകളുമുള്ള ഒരു കേസാണ് ഷാബാസ് ഷെരീഫ് വധക്കേസ് എന്ന് പറയുന്നത്, കൊലക്കേസ് എന്ന് പറയുന്നത്. പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിൽ നിന്നും ഒരു ഒറ്റമൂലി യുടെ രഹസ്യം ചോർത്തിയെടുക്കാൻ വേണ്ടി ഈ പാരമ്പര്യ വൈദ്യനെ തട്ടിക്കൊണ്ടുപോകുകയും തടവിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസിന് ആധാരമായ സംഭവം. ഇതുവരെ ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടങ്ങളോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉള്ള ഒരു കേസിൽ, ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു കേസിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ശിവദാസ്, കേൾക്കാമോ? ശിവദാസിലേക്ക് എത്താം. ഈ പിഴത്തുക ഇവരുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി ഷൈബിന് 13 വർഷം കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മഞ്ചേരി കോടതി. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണ്. ബംഗ്ലാദേശ് ജയിലിൽ മരണം വരെ നിരാഹാരം ആരംഭിച്ച് ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ്. നീതി നിഷേധത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും ലോകം മുഴുവൻ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ഇസ്കോൺ ആവശ്യപ്പെട്ടു. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിന് ചിന്മയ് കൃഷ്ണദാസിനെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് ധാക്കയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെയാണ് ജയിലിലെ പ്രതിഷേധമെന്നും ലോകരാജ്യങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിനാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജയിലിൽ അടച്ചത്. അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ക്രൂരമായി ആക്രമിച്ചിരുന്നു. നീതിന്യായ വ്യവസ്ഥകൾ അട്ടിമറിച്ചുകൊണ്ടാണ് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവാചാര്യന്മാരെ ജയിലിൽ അടച്ചതെന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാന നഗരമായ ധാക്കയടക്കം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം അരങ്ങേറി. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണ പ്രതിഷേധമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഹിന്ദു വിരുദ്ധ കലാപമായി മാറിയത്. ജനം, ഡൽഹി. കലാപബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലെത്തി. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഘർഷം നടന്ന പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. സമാധാനം ഉറപ്പാക്കുന്നതിനും കലാപബാധിതർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകൾ നടത്തും.
ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലാണ് സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രതിനിധി സംഘം മണിപ്പൂരിലെത്തിയത്. ഇംഫാലിലെത്തിയ പ്രതിനിധി സംഘം സംഘർഷം നടന്ന കുക്കി, മേധി വിഭാഗങ്ങളുടെ മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് BR ഗവായിയുടെ മേൽനോട്ടത്തിൽ മണിപ്പൂരിൽ വിവിധയിടങ്ങളിൽ ലീഗൽ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കലാപബാധിതർക്ക് ആരോഗ്യ സുരക്ഷ, പെൻഷൻ, തൊഴിലവസരങ്ങൾ, തിരിച്ചറിയൽ രേഖകൾ വീണ്ടെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ലീഗൽ സർവീസ് ക്യാമ്പ് വഴി സഹായം ലഭിക്കും. സമാധാനം ഉറപ്പാക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകളും പ്രതിനിധി സംഘം നടത്തും. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസുമാരുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കി. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു ശേഷം സൈനിക നടപടി കർശനമാക്കിക്കൊണ്ട് സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുകയാണ്. ആയുധമെടുക്കുന്നവർക്കെതിരെ അതേ രീതിയിൽ കടുത്ത മറുപടി നൽകുമെന്ന് മണിപ്പൂരിലെ സുരക്ഷാ അവലോകന യോഗത്തിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. തൊടുപുഴ സ്വദേശി ബിജുവിനെ കൊന്ന് മൃതദേഹം ഒളിപ്പിച്ചതായി സംശയം. കാപ്പ കേസിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ സൂചന ലഭിച്ചത്. കസ്റ്റഡിയിലുള്ള 3 പേരുമായി പോലീസ് ഗോഡൌണിൽ പരിശോധന നടത്തുകയാണ്. വ്യാഴാഴ്ചയാണ് ബിജുവിനെ കാണാതാകുന്നത്. തുടർന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. 24-ന് ആശമാരുടെ കൂട്ട ഉപവാസം. നിലപാട് തിരുത്താതെ മന്ത്രി വീണ ജോർജ്. ആശമാർക്കെതിരായ അധിക്ഷേപം തുടർന്ന് ഇടത് നേതാക്കൾ CPM-ലെ ഞരമ്പ് രോഗികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം ഇന്ന് 41-ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്കും കടന്നു. നിരാഹാര സമരം ഇരുന്ന ആശാപ്രവർത്തകരിൽ ഒരാളുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. സമരം കൂടുതൽ ശക്തമാക്കി 24-ന് കൂട്ട ഉപവാസം നടത്താനാണ് ആശമാരുടെ തീരുമാനം. ഇവിടത്തോണ്ട് നേരം ആയിട്ടില്ല, ഞങ്ങൾ കൂട്ട ഉപവാസത്തേക്ക് തന്നെ പോകും. ഉപവാസം എന്നുള്ളത് മാറി ചിലപ്പോൾ ഞങ്ങൾ നിരാഹാരം വരെ തന്നെയായിട്ട് തന്നെ പോകും. അല്ലാതെ ഞങ്ങൾക്ക് ആരോടൊരു പിടിവാശിയില്ല. ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല. ഒരു മിനിറ്റ് മുന്നേ എങ്കിൽ 1 മിനിറ്റ് മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആശമാർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ആശാ സമരത്തിൽ നിലപാട് തിരുത്താതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ്. 2005-2006 തുടങ്ങിയത്. ആശാ സ്കീം തുടങ്ങിയത് അന്ന് ഇൻസെന്റീവ്സ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അവരുടെ ഗൈഡ് ലൈൻ, വുമൺ വോളണ്ടിയർ എന്നുള്ള ഗൈഡ് ലൈൻ നിലനിൽക്കുന്നു. ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് എഴുതിയെടുത്തത് ആ ഗൈഡ് ലൈനിൽ കേന്ദ്രം സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ്സ് കനോട്ട് ചേഞ്ച് ദിസ് ഗൈഡ് ലൈൻ. സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച് അതർ ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദിസ് വൺ എന്നാണ്. ആശമാർക്കെതിരായ അധിക്ഷേപം തുടരുകയാണ് ഇടത് നേതാക്കളും ഇടത് യുവജന സംഘടനയും. എല്ലാവരുടെയും ഡിമാൻഡുകൾ ഗവൺമെന്റിന് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഫാക്ട്സ്. അംഗീകരിക്കാതെ അവരെ യഥാർത്ഥത്തിൽ കുത്തിയിളക്കി വിട്ട് സമരം ചെയ്യുന്ന ഒരു ടീമുണ്ട്. അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേതനം വർദ്ധിപ്പിക്കണമോ ആനുകൂല്യം കൂട്ടണോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടന്നത്. ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ്. ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനിടെ CPM-ലെ ഞരമ്പ് രോഗികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച കെ മുരളീധരൻ. മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിന്റെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കണം, ഞാൻ അത്രേ പറയുന്നു. ഒരു കാര്യം വെച്ചാണ് ആശാപ്രവർത്തകരെ CPM നേതാക്കൾ നിരന്തരം അധിക്ഷേപിക്കുന്നതിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാരെ കണ്ടത് ആത്മാർത്ഥതയോടെയാണെന്നും അത് അവസാനം വരെ ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പറയാനുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കലല്ല, അവരുടെ ജീവിതം നേരെയാവുകയാണ് വേണ്ടത്. ഇന്നത്തെ സന്നിഗ്ധാവസ്ഥയാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പറയാനുള്ളത് JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞല്ലോ, ആ പറഞ്ഞത് തന്നെയാണ്. സമരമല്ല പരിഹരിക്കേണ്ടത്, അവരുടെ ജീവിതമാണ് ഇന്നത്തെ ഈ സന്നിഗ്ധാവസ്ഥയാണ് പരിഹരിക്കപ്പെടേണ്ടത്.
ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ കള്ളക്കളി കളിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കാത്തത് തെറ്റായ നടപടിയാണ്. സമരത്തെ തകർക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാതെ ഗവൺമെന്റ് കള്ളക്കളി നടത്തുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കും, അതിനുവേണ്ടി അപ്പോയിൻമെന്റ് വാങ്ങിയെന്ന് പറയുന്ന മന്ത്രി ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു. മന്ത്രി പറയുന്നു ഞാൻ അതിനുവേണ്ടി കത്ത് കൊടുത്തു എന്ന് പറയുന്നു. ഏതായാലും ഈ സമരത്തെ ഒറ്റപ്പെടുത്താനും തകർക്കാനുമുള്ള നീക്കം ഞങ്ങൾ അനുവദിക്കില്ല. കേരളത്തിലെ ജനങ്ങളും ആശാവർക്കർമാരും ഈ സമരത്തോട് പൂർണ്ണമായ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വയനാടിനെ ചേർത്ത് പിടിച്ച് കേന്ദ്രം. വയനാട്ടിൽ പുതിയ 3 ഫയർ സ്റ്റേഷനായി 21 കോടി രൂപ അനുവദിച്ചു. മുണ്ടക്കൈ, പനമരം, വൈത്തിരി എന്നിവിടങ്ങളിലാണ് നിർമ്മാണം. ആകെ സംസ്ഥാനത്തിന് പ്രത്യേക സഹായമായി അനുവദിച്ചത് 529 കോടി 50 ലക്ഷം രൂപയാണ്. അതേസമയം സഹായം ലഭിച്ചത് മറച്ചുവെക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഏറ്റവും പുതിയ കൈത്താങ്ങ് എന്താണ് വയനാടിന്? നീലിമ, വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായതിനു ശേഷം വയനാട് ജനതയെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മഹാദുരന്തം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെയാണ് വയനാടിനായി 145 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. അതായത് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അടിയന്തര സഹായമായി 145 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്താസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി ഈ കേന്ദ്ര സഹായം ലഭിച്ച കാര്യം മറച്ചു വെക്കുകയായിരുന്നു. തുടർന്നും വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ട് വയനാട്ടിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. മാത്രമല്ല കേന്ദ്ര സേനകളുടെ വലിയ രീതിയിലുള്ള ഒരു സഹായം വയനാടിന് ലഭിക്കുകയും ചെയ്തിരുന്നു. വയനാട് ദുരന്തത്തിൽ പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ തുടർന്നും സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും 21 കോടി രൂപയാണ് വയനാട്ടിൽ പുതിയ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിനായി അനുവദിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. 529 കോടി രൂപ ആകെ സംസ്ഥാനത്തിന് ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിലേക്ക് എത്തുകയും വയനാട് ജനത ഒറ്റയ്ക്കല്ല, ഈ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നമ്മളെല്ലാം കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പ് ഘട്ടങ്ങളായി കേന്ദ്ര സർക്കാർ പാലിച്ചു വരികയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധനസഹായം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിന് പക്ഷേ ശക്തമായ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് ഏതായാലും വയനാട് ഇപ്പോൾ 3 ഫയർ സ്റ്റേഷനുകൾ കൂടി തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 21 കോടി രൂപയുടെ ധനസഹായം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയതായി തുടങ്ങുന്നത് ഈ ദുരന്തമുണ്ടായ മുണ്ടക്കയിലും അതുപോലെ തന്നെ പനമരത്തും വൈത്തിരിയിലുമാണ് 3 ഫയർ സ്റ്റേഷൻ കൂടി ആരംഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3 ഫയർ സ്റ്റേഷനാണ് വയനാട് ജില്ലയിലുള്ളത്. പുതിയതായി 3 ഫയർ സ്റ്റേഷൻ കൂടി എത്തുമ്പോൾ 6ആയി ഇത് ഉയരും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടക്കയിൽ പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നു എന്നതാണ്. ഏകദേശം 7 കോടി രൂപ ചെലവഴിച്ചാണ് മുണ്ടക്കയിൽ പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നത്. ബാക്കി 2 സ്ഥലത്ത് കൂടി ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ 3 ഫയർ സ്റ്റേഷൻ കൂടി വയനാട് തുടങ്ങുകയാണ്. ഇതിനൊപ്പമാണ് പ്രത്യേക സഹായമായി 529 കോടി 50 ലക്ഷം രൂപ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നീലിമ, ശരി, വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്രം. സമഗ്ര വിവരങ്ങളാണ് രാജീവ് നൽകിയത്. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ, ജാഗ്രതകൾ എന്തെല്ലാമാണ്? നീലിമ, കിഴക്ക് നിന്നുള്ള ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്ക് കാറ്റിന്റെയും അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റിന്റെയും സംയോജനം മൂലം ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ ഇടിയും മിന്നലുമുള്ള ഒപ്പം കാറ്റും കൂടിയുള്ള മഴയ്ക്ക് സാധ്യത നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം തുടക്കത്തിൽ കിഴക്കൻ മേഖലയിലും പിന്നീട് ഇടനാട്ടിലേക്കും തീരദേശങ്ങളിലേക്കും നീങ്ങുമെന്നായിരുന്നു മുന്നറിയിപ്പ്. അതിന്റെ തുടർച്ച എന്നതോണമാണ് ഇപ്പോൾ
സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് പ്രജിത്ത് പങ്കുവച്ചത്. ഭക്തിയുടെ പാരമ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രസിദ്ധമായ രഥപ്രയാണ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് രഥപ്രയാണം നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിന് തുടക്കമായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കൊല്ലൂരിൽ നിന്നും കാണുന്നത്. കൊല്ലൂരിൽ മഹാരഥോത്സവം നടക്കുകയാണ്. ഭക്തിസാന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക. വിവരങ്ങളും വിശേഷങ്ങളുമാണ് കണ്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.